വാർത്താനേരം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് തിരിച്ചടി. തെരഞ്ഞെടുപ്പ് അക്രമത്തിൽ കേന്ദ്രസേന ബംഗാളിലേക്ക്. കേന്ദ്രസേന വേണ്ടെന്ന ബംഗാളിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് അക്രമം നടത്താനുള്ള ലൈസൻസ് അല്ലെന്ന് കോടതി. AI ക്യാമറ ഇടപാടിൽ ഇടപെട്ട ഹൈക്കോടതി. കരാറുകാർക്ക് പണം നൽകുന്നത് വിലക്കി. കേസ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് കോടതി. സർക്കാരും കെൽട്ടോണിനുമടക്കം നോട്ടീസ്. കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് VD സതീശൻ. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിഖിൽ തോമസിനെതിരെ പോലീസിൽ പരാതി നൽകി കോളേജ് മാനേജ്മെന്റ്. നിഖിലിന്റെ സർട്ടിഫിക്കറ്റുകളിൽ കലിംഗ സർവകലാശാലയോട് വിവരങ്ങൾ തേടി കേരള സർവകലാശാല. നിഖിൽ തോമസിന്റേത് കൊടുംചതിയെന്ന് CPM കായംകുളം ഏരിയ സെക്രട്ടറി. പ്രത്യേക വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായാൽ എന്തും നടക്കുമെന്ന സ്ഥിതിയെന്ന് ഗവർണർ. കണ്ണൂർ മുഴുപ്പിലങ്ങാട് 3ാം ക്ലാസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ചതിൽ വ്യാപക പ്രതിഷേധം. പഞ്ചായത്ത് ഉപരോധിച്ച് UDF. ആക്രമണത്തിനിരയായ ജാൻവി അപകടനില തരണം ചെയ്തു. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 13,000-ഓളം പേർ. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 27 പേർ എലിപ്പനി ബാധിച്ച് മരിച്ചെന്ന് ആരോഗ്യമന്ത്രി. പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കം. നാളെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് യോഗദിന പരിപാടിയിൽ പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തും. ഈജിപ്തിലും സന്ദർശനം.